നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരിയെ സോഷ്യൽ മീഡിയ വഴി വീണ്ടും അപമാനിച്ചു എന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സമാനമായ കേസിൽ റിമാൻഡിലായിരുന്നു രാഹുൽ ഈശ്വർ. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ വീഡിയോ പങ്കുവച്ചുവെന്നാണ് പുതിയ പരാതി. എന്നാൽ ആദ്യം കേസിന്റെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല എന്നും വസ്തുതകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. തന്റെ യൂട്യൂബ് ചാനൽ വഴി താൻ പറയുന്ന കാര്യങ്ങൾ തന്റെ വീക്ഷണമാണ് പങ്കുവെക്കുന്നതെന്നും പരാതിക്കാരെ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ ഈശ്വറിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇന്ന് കോടതി തേടും. അതേസമയം ഈ ഒരു കേസിൽ അതിജീവിതയെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി എന്നാണ് പരാതിക്കാരി പറയുന്നത്. പരാതിയിൽ മുൻകൂർ ജാമ്യമാണ് രാഹുൽ ഈശ്വർ തേടിയിരിക്കുന്നത്. ഹൈക്കോടതിയിലേക്കാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു രാഹുലിന്റെ കേസ് പരിഗണിച്ചിരുന്നത്. എന്തായാലും വസ്തുതകൾ മാത്രമാണ് യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതെന്നും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ ഹർജിയിൽ പറയുന്നുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിത അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തനിക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. അതിൽ നേരത്തെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജില്ലാ കോടതി കർശന ഉപാധികളോടെ ജാമ്യം നൽകി. ഈ ഉപാധികളുടെ ലംഘനമുണ്ടായി. തന്നെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരി വീണ്ടും സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനുള്ള നീക്കം ഉണ്ടെന്നാണ് താൻ മനസ്സിലാകുന്നത്. അത്തരം വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട്. താൻ ഏതെങ്കിലും തരത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല. മാത്രമല്ല, തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളിൽ തന്റെ യൂട്യൂബ് ചാനൽ വഴി ഒരു വീക്ഷണം മാത്രമാണ് നടത്തിയത്. അത് ഏതെങ്കിലും തരത്തിൽ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത് പോലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുകയോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നതുമല്ല. ഏതെങ്കിലും തരത്തിൽ താൻ പരാതിക്കാരിയെ മോശമാക്കുകയും ചെയ്തിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തന്റെ അറസ്റ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നത്. ഇന്ന് ഈ ഹർജി കോടതി പരിഗണിച്ചേക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നീക്കമെന്ന്.